പരന്നുകിടക്കുന്ന പച്ചപ്പും ജലസമൃദ്ധിയുമാണ് കേരളത്തിൻ്റെ മുഖമുദ്രകളായി കരുതപ്പെടുന്നത്. ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളം ഇടം നേടിയതും ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഹരിതഭംഗിയുടെ പ്രതാപകാലം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് ഹരിത കേരളം മിഷൻ. അതിനായി പച്ചത്തുരുത്ത് എന്ന മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഹരിത കേരള മിഷൻ. കൂടുതൽ കാര്യങ്ങൾ സാറിനോട് ചോദിച്ചറിയാം. കണ്ണൂർ ജില്ലയിൽ ഹരിത കേരള മിഷൻ വളരെ വ്യത്യസ്തമായ പാരിസ്ഥിതിക പുനഃസ്ഥാപന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ പ്രവർത്തനങ്ങളിൽ പ്രധാനമായും 3 കാര്യങ്ങളിലാണ് ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. ഒന്ന് വെള്ളം, മറ്റൊന്ന് വൃത്തി, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിളവ് തുടങ്ങിയ പ്രവർത്തനങ്ങളിലാണ്. വെള്ളം, വൃത്തി, വിളവ് തുടങ്ങിയ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇതിൽ കണ്ണൂർ ജില്ലയിൽ എടുത്തു പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പച്ചത്തുരുത്തുകളുടെ നിർമ്മിതികളാണ്. 136 ഏക്കർ സ്ഥലം ഒരു പഞ്ചായത്തിൽ മാത്രം, അതായത് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ മാത്രം പച്ചത്തുരുത്താക്കി മാറ്റാൻ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഹരിത കേരള മിഷന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെയും സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം സഹായത്തോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. 242 പച്ചത്തുരുത്തുകൾ വിവിധ പ്രദേശങ്ങളിലായി കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ വളർന്ന് വലുതായി മനോഹരമായ പച്ചത്തുരുത്തുകളായി മാറി എന്നുള്ളതാണ്. പരിസ്ഥിതിയോട് അടുത്ത് നിൽക്കണമെന്നും വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കണമെന്നുമുള്ളൊരു സാമൂഹ്യ അവബോധം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി വളർത്തിയെടുക്കാൻ മറ്റ് പല വകുപ്പുകളുടെ കൂടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടെയും ഹരിത കേരളം മിഷന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തനമായി ഞങ്ങൾ കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തരിശുരഹിതമായ പ്രദേശങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. കൃഷിയിൽ നിന്ന് നാട്ടുകാർ പിന്തിരിയുന്നു എന്ന് പറയുന്നതിന് വ്യത്യസ്തമായി വ്യത്യസ്ത കൃഷി രീതികളിലേക്കും ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള ടൗണുകളും അതുപോലുള്ള പ്രദേശങ്ങളിലെല്ലാം പൂച്ചട്ടികൾ ഉൾപ്പെടെ വെച്ച് പിടിപ്പിക്കുന്ന മനോഹരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കണ്ണൂരിനെ മാറ്റിയെടുക്കാൻ ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയാവുന്നൊരു കാര്യം, ശലഭോദ്യാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ട്രീ മ്യൂസിയം എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനമാണ്. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന നിരവധി വൃക്ഷത്തൈകൾ തിരിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ ജയിലധികാരികളുടെയും അന്തേവാസികളുടെയും സഹായത്തോടുകൂടി ഇപ്പോൾ 2 ഏക്കർ സ്ഥലത്ത് ട്രീ മ്യൂസിയം ഇപ്പോൾ നന്നായി വളരുന്നുണ്ട്. അത് വലുതാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. അതുപോലെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്പേസ് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഹരിത കേരള മിഷൻ്റെ ഒരു ഗുണമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്ഷേത്രങ്ങളിൽ അതുപോലെ പള്ളികളിലെല്ലാം പച്ചത്തുരുത്തുകൾ കണ്ടമാനം വളർന്നു വരികയാണ്. എടുത്തു പറയാവുന്ന മറ്റൊരു പച്ചത്തുരുത്തെന്ന് പറയുന്നത് കുറുമാത്തൂർ പഞ്ചായത്തിലെ പന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്തെ അവിടുത്തെ മുസ്ലിം പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പച്ചത്തുരുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വിവിധ തരം ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അതിൽ നിന്നൊക്കെ എടുത്ത് നാട്ടുകാർക്ക് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ച ഈ കണ്ണൂർ ജില്ല സാക്ഷ്യം വഹിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിലാണ്. അപ്പോൾ ഇത്തരത്തിൽ തരിശു കിടക്കുന്ന ഭൂമിയിലെല്ലാം പച്ചപ്പ് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നന്നായി ഏറ്റെടുക്കാൻ കണ്ണൂർ ജില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തോടുകൾ മുഴുവൻ വൃത്തിയാക്കി ഇനിഞ്ഞാൻ ഒഴുകട്ടെ എന്ന പ്രവർത്തനത്തിലൂടെ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കണ്ണൂരിന് കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന തോടുകളിൽ 2231 തോടുകൾ ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടുകൂടിയും വിവിധ ക്ലബ്ബുകൾ, കുടുംബശ്രീ, വായനശാലകൾ ഇവരുടെ എല്ലാം പിന്തുണയോടുകൂടി വൃത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. റെസിഡൻ്റ് അസോസിയേഷനുകൾ ഇതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തോടുകളെല്ലാം ശുചിയായി ഒഴുകുന്ന ഒരു ജില്ലയായി കണ്ണൂർ മാറുന്നു എന്നുള്ളതാണ്. പുഴകളുടെ പുനഃസ്ഥാപനം എന്ന് പറയുന്നതും കണ്ണൂർ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രവർത്തനമാണ്. താനാമ്പുഴ എന്ന് പറയുന്ന പുഴ ഇപ്പോൾ മനോഹരമായി ഒഴുകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം നമ്മുടെ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു വലിയ 9 കിലോമീറ്റർ മാത്രമുള്ളൊരു തോടാണ്. പക്ഷേ ഒരു പ്രാചീനമായൊരു പുഴയാണ്. ആ പുഴ ഒരു കാലത്ത് ഒഴുക്ക് നിലച്ച അവസ്ഥയായിരുന്നു. അയ്യപ്പൻ മല എന്ന് പറയുന്ന മലയിൽ നിന്നും ഒഴുകി അത് നമ്മുടെ അറബിക്കടലിലേക്ക് നിപതിക്കുന്ന ഒരു പുഴയായിരുന്നു. ഒരു കാലത്ത് ഒഴുക്കില്ലായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്ര സാറിൻ്റെ പിന്തുണയോടുകൂടി ഇവിടുത്തെ വലിയ ജനവിഭാഗത്തിൻ്റെ സഹകരണത്തോടുകൂടി
തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ആ തോടിനെ, ആ പുഴയെ ഇപ്പോൾ ഒഴുകാൻ വേണ്ടി വളർത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ 2 കരകളിലും നെൽകൃഷി തിരിച്ചു വന്നു. ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഒരു പുഴ മനോഹരമായി കടലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇത്രയും മനോഹരമായൊരു പ്രവർത്തനം വേറൊരു ഭാഗത്ത്. ഒരു കാര്യം കൂടി കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയൊരു പ്രവർത്തനം ശുചിത്വമായിരുന്നു. കേരളത്തിലെ ഏറ്റവും മനോഹരമായ മികച്ച ശുചിത്വമുള്ള ജില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ സമ്മാനം കണ്ണൂർ ജില്ലയ്ക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ജില്ലകളിലൊന്നായി കണ്ണൂരിന് മാറാൻ കഴിഞ്ഞത് ഈ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം വലിയ പിന്തുണയോടുകൂടിയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ല എന്ന സമ്മാനം, അതിനുള്ള പുരസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ചേർന്ന് ഏറ്റുവാങ്ങിയത്. അതുപോലെ തന്നെ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും റോഡുകളിലായാലും പൊതുസ്ഥലങ്ങളായാലും എല്ലാം ശുചിയായി നിലനിർത്താൻ ആവശ്യമായ വലിയ പ്രവർത്തനമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നടക്കുന്നത്. അതിന് ഹരിത കേരളം മിഷൻ്റെ എളിയ സംഭാവനകൾ നൽകാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ എടുത്ത് പറയാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഹരിത സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ഓരോ സ്ഥാപനവും അവരുടെ ഭംഗി, അവരുടെ ശുചിത്വം, വൃത്തി സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. അത് വിദ്യാലയങ്ങളായാലും അംഗൻവാടികളായാലും സർക്കാർ സ്ഥാപനങ്ങളായാലും സ്വകാര്യ സ്ഥാപനങ്ങളായാലും ഒന്നിനൊന്ന് എന്ന നിലയിൽ വലിയ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ നടക്കാനും അതിന് പിന്തുണ നൽകാനും ഹരിത കേരളം മിഷന് സാധിച്ചു എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിലെ ഉത്സവങ്ങൾ ഒരു വലിയ വ്യത്യസ്തമായ രീതിയിൽ ഹരിത പെരുമാറ്റച്ചട്ടം നടത്തുന്ന ഉത്സവങ്ങളായി മാറുന്നു. കൊട്ടിയൂർ ഉത്സവമായാലും അതുപോലുള്ള മറ്റ് മകാം ഉത്സവങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ മനോഹരമായി നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഹരിത കേരളം മിഷന് മാത്രം കഴിവല്ല, ഈ നാട്ടിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സഹകരണത്തോടുകൂടിയാണ്. അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ വെള്ളം, വൃത്തി, വിളവ് എന്ന കാര്യത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും മുന്നിൽ നടക്കുന്ന, ഏറ്റവും മാതൃകാപരമായി നടക്കുന്ന ജില്ലയായി കണ്ണൂരിനെ മാറ്റാൻ ഹരിത കേരളം മിഷനും അതിൻ്റെ സംഭാവനകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാവുന്ന ഒരു കാര്യം. അതിന് എന്നോട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ, വിവിധ വകുപ്പുകൾ, ഇതിനെല്ലാം കൂടെ നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഹരിത കേരളം മിഷൻ്റെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഒന്നിനൊന്ന് മറ്റൊരു സ്ഥലത്തും കാണാത്ത രീതിയിൽ നിന്ന് മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നതിന് ഹരിത കേരളം മിഷനും എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അത് തുടർന്ന് അങ്ങോട്ടും കൂടി ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. കണ്ണൂർ ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസിന് വേണ്ടി ഫിദ പ്രദീപ്.